ഹലോ നമസ്കാരം. എൻ്റെ പേര് അഫ്സൽ റഹ്മാൻ. ഞാൻ പാലക്കാടാണ്. ഞാൻ സ്ട്രോക്ക് വന്നൊരു 5 കൊല്ലമായി. ഈ യൂട്യൂബർമാർ ഇത് ലൈവായിട്ട് യൂട്യൂബിലൊക്കെ വന്നിട്ട് ഓരോ ഹോസ്പിറ്റലിനെ പുകഴ്ത്തി പറഞ്ഞിട്ട് പൈസ പറ്റിപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. തെങ്കാശി, എറണാകുളം, അങ്ങനെ പല ഹോസ്പിറ്റലുണ്ട്. ഇവിടെയൊക്കെ ഞങ്ങൾക്ക് ഈ അസുഖത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്നുള്ളതിലാണ് ഞങ്ങൾ പിച്ചെടുത്തിട്ടും പിരിവെടുത്തിട്ടും ഈ ഹോസ്പിറ്റലുകൾ വരുന്നത്. യൂട്യൂബർമാർ ആ ഹോസ്പിറ്റലുകാർ ഡമ്മി ആക്കിയിട്ട് ഓരോ ആൾക്കാരെ ഇതാക്കുന്നുണ്ട്. ഞാൻ തെങ്കാശി പോയി. ആ രണ്ടാമത്തെ വീഡിയോ പാടെ ആ യൂട്യൂബിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഒരു അയ്യപ്പൻ എന്ന് പറഞ്ഞിട്ടൊക്കെ ഭഗവാന്റെ പേര് പറഞ്ഞിട്ടും പറ്റിക്കുന്ന ആൾക്കാരുണ്ട്. പടച്ചോന്റെ പേര് പറഞ്ഞ് പറ്റിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ രണ്ടാമതൊരു വീഡിയോ ഇറക്കിയിരിക്കുന്നത് ഭഗവാന്റെ 40 ദിവസം ഗ്യാരണ്ടിയാണ്. ഒരു ഗ്യാരണ്ടി ഇല്ല. എൻ്റെ ഒപ്പം ഞാൻ കേസ് കൊടുത്ത കേസിനെ ഹാജരാകാൻ തയ്യാറാണ്. എൻ്റെ ഒപ്പം ഉള്ള 5 ആൾക്കാരോടുണ്ടായിരുന്നു. ഈ 5 ആൾക്കാർ നിരാശയായിട്ട് വന്നു. ഞാൻ 70,000 റുപ്യ കൊണ്ട് കളഞ്ഞിട്ട് വന്നു. ഇതുമായി ഒരുപാട് പേര് ലക്ഷങ്ങൾ കളഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഈ പറയുന്ന ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ ചോദിക്കാൻ പോണത് യൂട്യൂബർമാർക്ക്, നിങ്ങൾ എന്തിനാ ഈ സുഖമില്ലാത്തവരുടെ ഇങ്ങനെ ആകാംക്ഷ ആഗ്രഹിപ്പിച്ചിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഷോക്ക് വന്നിട്ട് നിങ്ങളവിടെ പോയിട്ട് നിങ്ങളെ അസുഖം മാറിയിട്ടുണ്ടോ? നിങ്ങൾക്ക് റിമൂവ് പറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ ഈ ക്യാഷിന് വേണ്ടിയിട്ട് ചെയ്യണ്ട. ഞാൻ എന്നിട്ട് ആ ലേഡീനോട്, തെങ്കാശിത്തെ വീഡിയോ എടുത്ത ലേഡീനോട് ഞാൻ ഡയറക്റ്റ് ഫോണിൽ സംസാരിച്ചാണ്. എന്നിട്ട് വീണ്ടും അവർ എന്തിനാണ് ചെയ്യുന്നറിയില്ല. ഞാൻ ഏത് കോടതിയിലോ ഏത് പോലീസ് സ്റ്റേഷനിലോ വരാൻ തയ്യാറാണ്. എനിക്ക് യാതൊരു ഇതുമില്ല. 5 കൊല്ലമായി ഞാൻ ഈ സുഖലായിരുന്നു. ഒരു കടുകും മണി വ്യത്യാസമില്ല. 11 ദിവസം അവിടെ ഉഴിഞ്ഞു ഇതായി. ഏകദേശം 70,000 റുപ്യ ഞാൻ അവിടെ ചിലവാക്കി. എന്തിനാണ് നിങ്ങളിങ്ങനെ ഈ മറ്റുള്ള രോഗികളെ പറഞ്ഞ ആകാംക്ഷ ഉണ്ടാക്കിപ്പിച്ചത് അവിടെ കൊണ്ടുപോയി പൈസയും ചിലവാക്കിയിട്ടാണ്. ഓരോരുത്തർ താരി അർത്ഥം വിറ്റിട്ടാണ് പോരുന്നത്. തൃപ്പയാത്തൊരാളുണ്ടായിരുന്നു, പാവം. വയനാട്ടിൽ നിന്നൊരു വിഷ്ണു പറഞ്ഞ നടക്കാനും പാടെ വയ്യാത്തൊരാളെ കൊടുക്കുന്നുണ്ട്. അയാളെ ഭാര്യ മക്കളൊക്കെ വിട്ടിട്ട് പോയത്. എന്നിട്ട് അയാളെ അച്ഛൻ വന്നിട്ടുണ്ടായി. എല്ലാവരും കാസർഗോഡ് നിന്ന് സിദ്ദീഖ്, പത്തനംതിട്ടയിൽ നിന്ന് അനന്തു, അയാളുടെ അച്ഛൻ, എല്ലാവരും ലക്ഷങ്ങൾ കഴിഞ്ഞോ 10 കൊല്ലമായി അവരനുഭവിക്കുന്നു. ഇങ്ങനെ